നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രൂക്ഷമായി ആക്രമിച്ച് വൈദ്യുതി മന്ത്രി. ക്ലിഫ് ഹൌസിൽ വ്യഭിചാരമായിരുന്നു പരിപാടിയെന്ന് മന്ത്രി മണി. നാടൻ ശൈലിയും ആക്ഷേപഹാസ്യവും മാനന്തവാടിയിൽ പൊതുയോഗത്തിൽ. മേപ്പാടി അരപ്പറ്റയിൽ ടൂറിസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അപകടം ഇന്ന് ഉച്ചയോടെ. വയനാട്ടിൽ റോഡ് പണി കരാർ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് അഴിമതി നടത്താൻ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ച 11 റോഡുകളും തകർന്നു. വയനാട് ന്യൂസ് ക്യാമ്പയിൻ. സംസ്ഥാനത്തുണ്ടായ 90% ദുരൂഹ കൊലകൾക്കും പിറകിൽ സാത്താൻ സഭ. തെളിവുകൾ ലഭിച്ചതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. ജാഗ്രതാ മുന്നറിയിപ്പ്. കശാപ്പ് നിരോധനം ജനം തള്ളിക്കളയുമെന്ന് മന്ത്രി എം മണി. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇനി മുതൽ നോമ്പുതുറയും ഇഫ്താർ സംഗമങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കി. തീരുമാനം നടപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ശാപമോക്ഷം കാത്ത് ഒരു നൂറ്റാണ്ടായി ചേകാടി LP സ്കൂൾ. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മന്ത്രി എം മണി. പണ്ട് സോളാർ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് അർത്ഥമെന്നും ഇന്ന് വൈദ്യുതി എന്നാണ് അർത്ഥമെന്നും മന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ജോപ്പനും ജിക്കും നടത്തിയ പരിപാടി ഇതായിരുന്നു. അന്ന് ക്ലിഫ് ഹൌസിൽ പോലും ഇതായിരുന്നു പരിപാടിയെന്നും മണി പരിഹസിച്ചു. മാനന്തവാടി ടൌണിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലായിരുന്നു മന്ത്രി എം മണി മുൻ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവും നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു പണി. ക്യാമറയെല്ലാം ഓഫാക്കി വെച്ച് ജോപ്പനും ജീപ്പനും കോപ്പനും എല്ലാം കൂടി അവിടെ ഇല്ലേ. ഞാൻ ചുമ്മാ പറയുകയാണോ? നിങ്ങൾ ഈ കോൺഗ്രസുകാരോട് ചോദിക്കണം, മുഖത്ത് നോക്കി പറയണത് എന്താ? ക്ലിഫ് ഹൗസിൽ പോവുകയാണ് മുഖ്യമന്ത്രി താമസിക്കുന്നുണ്ട്. ഓരോ സംശയം വേണ്ട കോൺഗ്രസുകാരാ. പിണറായി വിജയൻ ഇത് വേറെ ആളാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ. ഉമ്മൻചാണ്ടി നടത്തിയ ഒരു പണിയും നടത്തിയേറെ ചെയ്യില്ല, ക്ലിഫ് ഹൗസിലും ചെയ്യില്ല. മനസ്സിലായില്ലേ? സോളാർ എന്ന് പറഞ്ഞ ഇപ്പത്തില്ല, അശ്ലീലമല്ല, വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു മാർഗമെന്നാണ്. പണ്ട് അങ്ങനല്ല. സോളാർ എന്ന് പറഞ്ഞ വ്യഭിചാരമെന്നായിരുന്നു അർത്ഥം. മനസ്സിലായില്ലേ? മേപ്പാടി അരപ്പറ്റയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. റിപ്പൺ പുതുക്കാട് സ്വദേശി അലി അക്ബറാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. അരപ്പറ്റ മൊയ്തീന്റെ മകനാണ്. ടൂറിസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. മേലെ അരപ്പറ്റയ്ക്കും താഴെ അരപ്പറ്റയ്ക്കും ഇടയിലാണ് ഇന്ന് ഉച്ചയോടെ അപകടമുണ്ടായത്. സ്ഥിരമായ അപകടമുണ്ടായിട്ടും സുരക്ഷാ സംവിധാനമോ മുന്നറിയിപ്പ് ബോർഡോ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. വടുവഞ്ചാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക ടൂറിസ്റ്റ് ബസും മേപ്പാടിയിലേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രക്കാരനായിരുന്ന അലി അക്ബർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടും അപകട മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കാനോ മറ്റു രീതിയിൽ അപകടങ്ങൾ കുറിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാജർ പുത്രൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ഗതാഗതയോഗ്യമായ നല്ല റോഡ് കുത്തിപ്പൊളിച്ച് കരാറുകാരന് അഴിമതി നടത്താൻ ജില്ലാ PWD വഴിയൊരുക്കിയതിന്റെ കഥയാണ് നടുവൊടിക്കുന്ന റോഡുകൾ വയനാട് ന്യൂസ് ക്യാമ്പയിൻ ഇന്ന് പുറത്തുവിടുന്നത്. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി ബ്ലോക്കുകളിൽ ചന്ദ്രഗിരി കൺസ്ട്രക്ഷന് വേണ്ടി 11 റോഡുകളാണ് പുനർനിർമ്മിച്ചത്. നിർമ്മിച്ച റോഡുകൾ 5 വർഷം പോലും തികയും മുൻപ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. നിർമ്മാണ കമ്പനി ഇപ്പോൾ കരിമ്പട്ടികയിലായി. സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ മാടക്കര, ചീരാൽ നമ്പ്യാർകുന്ന്, ബീനാച്ചി കക്കടാംകുന്ന്, ഇരുളം അങ്ങാടിശ്ശേരി, കല്ലൂർ കല്ലുമുക്ക്, പുൽപ്പള്ളി താന്നിത്തെരുവ്, സൊസൈറ്റി കവല, ചൂതുപാറ തുടങ്ങിയ റോഡുകളാണ് ചന്ദ്രഗിരി കൺസ്ട്രക്ഷൻ ഒരേ സമയം എഗ്രിമെന്റ് വെച്ച് കരാർ ഏറ്റെടുത്തത്. ഇതിൽ ചില നല്ല ടാറിംഗ് റോഡുകൾ കുത്തിപ്പൊളിച്ച് അശാസ്ത്രീയമായ രീതിയിൽ റോഡുകൾ പുനർനിർമ്മിച്ചു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങി.
മാടക്കര താഴത്തൂർ നമ്പ്യാർകുന്ന് റോഡ് 2007 പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ശാപമോക്ഷമില്ലാതെ തുടരുകയാണ്. അശാസ്ത്രീയ നിർമ്മാണം മൂലം കോൽക്കുഴി ഭാഗത്ത് 4 അടിയോളം റോഡ് താഴ്ന്നുപോയി. റോഡ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഡ്രൈനേജ് വർക്കും കലിങ്കിന്റെ ജോലിയും പൂർത്തീകരിക്കാതെ തന്നെ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചതായി എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് നൽകിയത് തന്നെ അഴിമതിയുടെ നേർസാക്ഷ്യമാണ്. ഈ റോഡിന് സൈഡ് ഭിത്തി കെട്ടുകയോ അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും പറ്റി കരാറുകാരന് വിടുവേല ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് നാട്ടുകാർ. റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുക. അപ്പോൾ കല്ലുമുക്കിലൊന്നും ഒരു വാഹനത്തിന് സൈക്കിളിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണാൻ ഇനി എവിടെ പോകേണ്ടതില്ല. മാധ്യമപ്രവർത്തകരുടെ അടിയന്തരമായ ഇടപെടലുകളും അതുപോലെ ഇപ്പോൾ പോലുള്ള ഭരണസ്ഥിരയിലുള്ള ജനപ്രതിനിധികളടക്കമുള്ള ഗവൺമെൻറ് അടക്കമുള്ളവരുടെ ഒരു അടിയന്തരമായ ഇടപെടൽ ഇതിലുണ്ടായില്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് എല്ലാവരും കൂടിയാലോചിച്ചിട്ട്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. മാനന്തവാടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ബാങ്ക് കാഷ്യർ സഹീറിനെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തു. PNB ശാഖയിലെ 51,21,667 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. സഹീറിനെ കൽപ്പറ്റ കോടതി റിമാൻഡ് ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിലെ കാഷ്യർ മലപ്പുറം വണ്ടൂർ ഇളവൻപറമ്പിൽ സഹീറാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ പലതവണയായി ബാങ്കിൽ നിന്ന് 51,21,667 രൂപ അപഹരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഹെഡ് ഓഫീസിലേക്ക് പണമടയ്ക്കാൻ ബാങ്ക് മാനേജർ കാഷ്യറായ സഹീറിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഉച്ചയായിട്ടും പണം അടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്ക് മാനേജർ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. തുടർന്ന് സ്റ്റേഷനിലെത്തിയ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിതാവ് സർവീസിൽ വെച്ച് മരണപ്പെട്ടതിനെ തുടർന്നാണ് 2000-ൽ സഹീറിന് ബാങ്കിൽ ജോലി ലഭിച്ചത്. 2006 മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മാനന്തവാടി ശാഖയിൽ സഹീർ കാഷ്യറായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പലരോടും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നുവെന്നും ഇതിന്റെ പലിശ നൽകാനാണ് ഈ പണം എടുത്തത് എന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കിയ സഹീറിനെ റിമാൻഡ് ചെയ്തു. വയനാട് ന്യൂസ്, മാനന്തവാടി. ഇനി ന്യൂസ് ഇംപാക്ട്. കടമാൻ തോടിന്റെ പുറമ്പോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്. തോടിന്റെ പുറമ്പോക്ക് കയ്യേറിയ സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിക്കുന്നുവെന്ന വയനാട് വിഷൻ വാർത്തയെ തുടർന്ന് അന്വേഷണം നടത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും വില്ലേജ് ഓഫീസറോടും ആവശ്യപ്പെട്ടതായി അവർ പറഞ്ഞു. കടമാൻ തോടിന്റെ പുറമ്പോക്ക് ഭൂമി യാതൊരു കാരണവശാലും കയ്യേറാൻ അനുവദിക്കില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. കടമാന്തോട്, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കടമാന്തോട് കയ്യേറി നിർമ്മാണ പ്രവൃത്തി നടത്തുന്നു എന്നുള്ളത്. അത് പഞ്ചായത്ത് ഇന്നലെ പോയി അന്വേഷിക്കുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും റവന്യൂ അധികാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരവിടെ പോയി നോക്കുകയും അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തോട് അതിർത്തികൾ 13 മീറ്റർ വീതി ഉള്ളതാണ്. അത് കണക്കാക്കി തന്നെ ഒരു കയ്യേറ്റവും നടത്താൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ സമ്മതിക്കുന്ന ഒരു തരത്തിലുമുള്ള നടപടികൾ മുന്നോട്ട് ഉണ്ടാവുകയില്ല. സംസ്ഥാനത്തുണ്ടായ 90% ദുരൂഹ കൊലപാതകങ്ങൾക്ക് പിന്നിലും സാത്താൻ സഭ പ്രവർത്തകരാണെന്നതിന് തെളിവുകൾ ലഭിച്ചതായി പോലീസ് ഇന്റലിജൻസ് വിഭാഗം. കേരളത്തെ സാത്താൻ സഭ പിടിയിലൊതുക്കിക്കഴിഞ്ഞെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. സാത്താൻ സഭ ബന്ധം കാരണം നിരവധി പ്രമുഖർ ഇന്റലിജൻസ് നിരീക്ഷണത്തിൽ. ഉയർന്ന റാങ്കിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ, അഭിഭാഷകർ, മലയാളി ബിസിനസ്സുകാർ, സിനിമാ നടീനടന്മാർ തുടങ്ങി വൻ നിര തന്നെ സാത്താൻ സഭയുടെ മുഖ്യധാരാ പ്രവർത്തകരായുണ്ട്. കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ചില സ്വകാര്യ ആശുപത്രി ഉടമകൾ, ഡോക്ടർമാർ എന്നിവരും സംഘത്തിലുണ്ടെന്ന് ഇന്റലിജൻസ് വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയാണ് പ്രധാന ഹബ്ബ്. പ്രമുഖ ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലുമാണ് തമ്പടിക്കുന്നത്. ഫ്രീ സെക്സാണ് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നതെങ്കിൽ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ഫ്രീ വേൾഡാണ് സാത്താൻ സേവ. ഒരു വട്ടത്തിനുള്ളിലെ നക്ഷത്രമാണ് ഇവരുടെ അടയാളം. ഈ അടയാളം എവിടെയെങ്കിലും കാണാനിടയായാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ വിവരം അറിയിക്കണം. ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടെ കേരളത്തിലെത്തുന്ന 3 വനിതകളും 1 പുരുഷനുമടങ്ങുന്ന സംഘമാണ് കേരളത്തിൽ സാത്താൻ സഭയെ നയിക്കുന്നത്. കൊച്ചുകുട്ടികളെ പോലും സാത്താൻ സംഘം വലയിലാക്കിയതായാണ് അറിവ്. ഇവർക്ക് സ്വന്തം ആരാധനാക്രമമുണ്ട്. സ്വന്തമായ ലിപികൾ, തലവനെ വാഴിക്കൽ എന്നിവയുണ്ട്. ഫണ്ട് വിദേശത്തു നിന്നാണ്. കൂട്ടത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നവരെ കൊന്നുകളയുകയാണ് പതിവ്. മയക്കുമരുന്ന് കലർത്തിയ വീഞ്ഞ് കുർബാനയ്ക്ക് ഉപയോഗിക്കുകയും
ഇത് നിയന്ത്രിതമായ അളവിൽ സംഘത്തിൽ എത്തുന്നവരുടെ ശരീരത്തിൽ കടത്തിവിടുകയുമാണ് ചെയ്യുന്നത്. മയക്കുമരുന്ന് കലർത്തിയ വീഞ്ഞിൽ നിന്ന് ലഭിക്കുന്ന ലഹരിയെ സാത്താൻ സേവയുടെ അനുഗ്രഹമായി തെറ്റിദ്ധരിച്ച് ഇതിൽ കൂടുതൽ ഉന്മാദത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സംഘത്തെക്കുറിച്ച് അതിജാഗ്രത പാലിക്കാനാണ് ഇന്റലിജൻസ് നിർദ്ദേശിക്കുന്നത്. ഇവരെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കശാപ്പ് നിരോധനം ജനം തള്ളിക്കളയുമെന്ന് മന്ത്രി എം എം മണി. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിൽ ഇടപെടുന്ന ഏർപ്പാട് ജനം അംഗീകരിക്കില്ലെന്നും എം എം മണി മാനന്തവാടിയിൽ പറഞ്ഞു. മാനന്തവാടിയിൽ LDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10 വർഷം സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വവും രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് ദശലക്ഷക്കണക്കിന് കോടി രൂപ അപകരിച്ച കാട്ടുകള്ളന്മാരാണ്. അവരുമായി ചേർന്ന് ഇവിടെ നന്നാക്കാൻ പോകണം എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളെ ആയിരുന്നു കിട്ടുകയില്ല. അധികാരത്തിലേറി 1 വർഷം തികയുന്ന പിണറായി സർക്കാർ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. ഹരിത കേരളം, ആർദ്രം ലൈഫ് തുടങ്ങി ജനക്ഷേമ പ്രവർത്തനങ്ങൾ LDF സർക്കാർ നടപ്പിലാക്കി. വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കും. പ്രതിപക്ഷം തങ്ങളുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം വിലയിരുത്തണമെന്നും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. OR കേളു MLA അധ്യക്ഷനായിരുന്നു. PA മുഹമ്മദ്, KV മോഹനൻ, MP അനിൽ എന്നിവർ സംസാരിച്ചു. മാനന്തവാടിയിൽ നടന്ന LDF പരിപാടിയിൽ നിന്ന് CPI വിട്ടുനിന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പ്രതിഷേധിച്ച് SFI പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്നും പരമ്പരാഗതമായി കാലി വളർത്തി ജീവിച്ചുവരുന്ന വയനാട്ടിലെ ആയിരക്കണക്കിന് ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുമെന്നും CPM നേതാവ് PS ജനാർദ്ദനൻ പറഞ്ഞു. വിപിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. ജിൽജു രാജു, സജി തൈപ്പറമ്പിൽ, PS രാമചന്ദ്രൻ, അനിൽ C കുമാർ, മിഥുൻ കൃഷ്ണൻ, ഹരി, എൽദോസ് എന്നിവർ സംസാരിച്ചു. ബീഫ് ഫെസ്റ്റിന്റെ മുന്നോടിയായി ടൗണിൽ പ്രകടനം നടത്തി. ഉരുക്കളെ കശാപ്പ് ചെയ്യാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് പുൽപ്പള്ളി ടൗണിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സർക്കാരിന്റെ ഇത്തരം നിയമങ്ങൾ കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഷിജു പൌലോസ് അധ്യക്ഷനായിരുന്നു. ജോസ് കുര്യൻ, ജിഷ്ണു, പ്രമോദ്, എൽദോസ് എന്നിവർ സംസാരിച്ചു. ഈ വർഷം മുതൽ റംസാൻ നോമ്പുതുറയും ഇഫ്താർ സംഗമങ്ങളും പ്ലാസ്റ്റിക് നിർമ്മിത വസ്തുക്കൾ ഒഴിവാക്കി തീർത്തും പ്രകൃതി സൌഹൃദമാക്കാൻ മാനന്തവാടി നഗരസഭ തീരുമാനം. സംസ്ഥാന സർക്കാർ നിർദ്ദേശം കണക്കിലെടുത്താണ് നഗരസഭ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത്. ഈ വർഷത്തെ ഇഫ്താർ സംഗമങ്ങൾ പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായി സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കി ഗ്രീൻ പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നോമ്പുതുറ ചടങ്ങുകളിലെ ഭക്ഷണപാനീയ വിതരണം നടത്താനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രമം. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി മാനന്തവാടി നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും മഹല്ല് കമ്മിറ്റി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. നോമ്പുതുറയ്ക്ക് കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റീൽ ചില്ലുപാത്രങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഹരിത നിയമാവലിയിൽ പ്രധാനമായും പറയുന്നത്. സംസ്ഥാന ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്നലെ ചേർന്ന അവലോകന യോഗം മാനന്തവാടി നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രതിഭ ശശി, PT ബിജു, കടവത്ത് മുഹമ്മദ്, ഹുസൈൻ കുഴിനിലം തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നെങ്കിൽ സ്പോൺസർഷിപ്പ് വഴിയോ ഇനി അല്ലെങ്കിൽ നമുക്കത് പള്ളികൾക്ക് വീണ്ടും വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വാടക കൊടുക്കുന്ന അതൊരു വരുമാന മാർഗം കൂടിയാകുന്നു. ഇപ്പം തന്നെ നമുക്ക് ഒരു പേപ്പർ കപ്പ് അല്ലെങ്കിൽ ഒരു പേപ്പർ പ്ലേറ്റ് വാങ്ങണമെങ്കിൽ ഏകദേശം 1 രൂപ ചെലവാകും. ഈ 1 രൂപയോ 1.5 രൂപ വാടകയ്ക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വയനാട് ന്യൂസ്, മാനന്തവാടി. പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് നിർമ്മിക്കാൻ കരാറുകാരൻ എത്താതായതോടെ 7 കുടുംബത്തിന്റെ താമസം ഷീറ്റ് വലിച്ചു കീട്ടിയ കൂരിയിൽ. നൂൽപ്പുഴ പഞ്ചായത്തിലെ ചെട്ട്യാലത്തൂർ കാട്ടുനായ്ക്ക കോളനിയിലെ കുള്ളനും കുടുംബവുമാണ് 4 മാസമായി കൂരയിൽ കഴിയുന്നത്. കരാറുകാരന്റെ നിർദ്ദേശപ്രകാരം വീട് പൊളിച്ച ഈ കുടുംബം മഴക്കാലമായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പുതിയ വീട് നിർമ്മിക്കുന്നതിനായാണ് സാമാന്യം നല്ല വീടായിരുന്ന പഴയ വീട് കരാറുകാരന്റെ നിർദ്ദേശപ്രകാരം കുള്ളൻ പൊളിച്ചത്. 4 മാസം മുമ്പാണ് വീട് പൊളിച്ച് പുതിയതിനായി വാനം കയറി കല്ലിറക്കിയത്. ഇതിൽ പിന്നെ കരാറുകാരനെ ഇവർ കണ്ടിട്ടില്ല. ഇതോടെ കുള്ളനും ഭാര്യയും അടങ്ങുന്ന 7 കുടുംബത്തിന്റെ താമസം ഷീറ്റ് വലിച്ചു കെട്ടിയ കൂരയിലായി. മഴക്കാലമായതോടെ 7 കുടുംബം ഷീറ്റ് വലിച്ചു കെട്ടിയ ഒറ്റമുറി കൂരയിൽ എങ്ങനെ കഴിയുമെന്ന ആശങ്കയിലാണ്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗ്രാമമാണ് ചെട്ട്യാലത്തൂർ.
ഇതിനാൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതും ഇവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ചു നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ശരിത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വീട് പൊളിച്ചത്. ഇപ്പം എനിക്ക് താമസിക്കാനൊന്നും സ്ഥലമില്ല. ഇവരിങ്ങനെ ചെയ്യണം സാറേ. സാറന്മാർക്ക് അറിയാം എൻ്റെ കഷ്ടം. ഇന്നിതാ ചളി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നാളെ മറ്റന്നാളോട് നിന്റെ വീട് പറഞ്ഞ് പൊളിച്ചിട്ടോ എല്ലാം കല്ല് മണ്ണ് എല്ലാം ഇളക്കി. ഇപ്പൊ ഇവർക്ക് സുഖമായി, എനിക്ക് സുഖമില്ല. വയനാട് ന്യൂസ്, ബത്തേരി. വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ സ്വപ്ന പദ്ധതിയായ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് മന്ത്രി എം മണി ശിലാസ്ഥാപനം നിർവഹിച്ചു. 4 പഞ്ചായത്തുകളിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങുന്ന പദ്ധതിക്ക് അൽഖറാമ ഫൗണ്ടേഷനാണ് കെട്ടിടവും ഉപകരണങ്ങളും സൗജന്യമായി നൽകുന്നത്. 1 വർഷത്തിനകം ചികിത്സാ കേന്ദ്രം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. 4 പഞ്ചായത്തുകളിലെ 100 കണക്കിന് നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസ് ചെയ്തു കൊടുക്കാൻ ലക്ഷ്യമിട്ട് അൽഖറാമ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന ഡയാലിസ് സെന്ററിന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി തറക്കല്ലിട്ടു. വെള്ളമുണ്ട ആസ്ഥാനമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് അൽഖറാമ ഫൗണ്ടേഷനിലൂടെ നടപ്പാകുന്നത്. നിലവിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വടകരയിലെ തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. വെള്ളമുണ്ടയിലെ പ്രവാസിയായ കുനിണ്ടാരത്ത് അബ്ദുൽ നാസറാണ് അൽഖറാമ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഡയാലിസിസിന് ആവശ്യമായ സ്ഥലവും കെട്ടിടവും നൽകുന്നത്. 2.5 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 3600 സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടവും 10 ഡയാലിസിസ് മെഷീനുകളുമാണ് തുടക്കത്തിൽ നൽകുന്നത്. വെള്ളമുണ്ട, തൊണ്ടർനാട്, എടവക, പടിഞ്ഞാറത്തറ പഞ്ചായത്തുകളിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്തിക്കൊടുക്കാനാണ് പാലിയേറ്റീവ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ പഞ്ചായത്തുകളിൽ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിച്ച് കേന്ദ്രത്തിന്റെ ദൈനംദിന ചെലവുകൾക്കുള്ള ധനസമാഹരണവും മറ്റു പ്രവർത്തനങ്ങളും നടത്തും. നിലവിൽ മാനന്തവാടി താലൂക്കിൽ ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യമുള്ളത്. ഇവിടെ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ഭൂരിഭാഗം രോഗികളും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മറ്റു കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. രോഗികൾക്കും ബന്ധുക്കൾക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്ന നിലവിലെ സ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കാൻ പുതിയ സംരംഭം ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിട ശിലാസ്ഥാപന ചടങ്ങിൽ MLA OR കേളു അധ്യക്ഷനായിരുന്നു. അൽഖറാമ ചെയർമാൻ K അബ്ദുൽ നാസർ രേഖ കൈമാറി. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV സജേഷ്, ഉഷാകുമാരി, P തങ്കമണി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ദേവകി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യന് എന്തെങ്കിലും സഹായം ചെയ്യാതെ എന്നാൽ വലിയ പത്രാസം കാണിച്ച് നടക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 8 ഡയാലിസിസ് യൂണിറ്റ് അത് സ്ഥലം വാങ്ങി ഇപ്പോൾ നിർമ്മിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനത്തെ ഏൽപ്പിക്കുന്നു. അത് സൗജന്യമായി ഇവിടെ ആളുകൾക്ക് ഡയാലിസിസ് നടത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാകാര്യവും. അബ്ദുള്ള പള്ളിയാൽ, വയനാട് ന്യൂസ്, പടിഞ്ഞാറത്തറ. വനഗ്രാമമായ ചേകാടിയിലെ ഗവൺമെന്റ് LP സ്കൂൾ റെസിഡൻസ് സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യം ശക്തം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് കുടിയേറ്റ മേഖലയിലെ പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി 1924 തുടക്കം കുറിച്ച ചേകാടി ഗവൺമെന്റ് LP സ്കൂൾ 1 നൂറ്റാണ്ട് പിന്നിടാറായിട്ടും LP സ്കൂളായി തുടരുകയാണ്. 3 വശവും വനങ്ങളാലും ഒരു ഭാഗം കബനി നദിയാലും ചുറ്റപ്പെട്ടു കിടക്കുന്നു സ്കൂൾ. ചേകാടിയിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകേണ്ട ചേകാടി സ്കൂളിനെ UP സ്കൂളായി ഉയർത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങളും പരാതികളുമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സ്കൂളിന് പ്രത്യേക പരിഗണന നൽകി ചേകാടി സ്കൂളിനെ UP സ്കൂളായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവഗണിക്കുന്ന നിലപാടാണ് ഇന്നും തുടരുന്നത്. 96% ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ ഏക വിദ്യാലയം കൂടിയാണിത്. 104 വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കാനെത്തുന്നത്. 4 അധ്യാപകരുണ്ട്. 1 ഏക്കർ 17 സെന്റ് സ്ഥലത്ത് ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളും ക്ലാസ് റൂമും ഉണ്ടായിട്ട് പോലും സ്കൂളിനെ അവഗണിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 4ാം ക്ലാസ്സിന് ശേഷം പല വിദ്യാർത്ഥികൾക്കും തുടർപഠനം ലഭിക്കാത്ത അവസ്ഥയാണ്. തുടർപഠനം ലഭിക്കണമെങ്കിൽ 15 കിലോമീറ്റർ ദൂരെ പുൽപ്പള്ളിയിലോ വേലിയമ്പത്തോ മുള്ളൻകൊല്ലിയിലോ കാട്ടിക്കുളത്തോ പോകേണ്ട അവസ്ഥ. വന്യമൃഗശല്യം രൂക്ഷമായ വനപ്രദേശമായതിനാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനും രക്ഷിതാക്കൾ തയ്യാറാകാറില്ല. സ്വകാര്യ സ്കൂളിൽ നിന്ന് സ്കൂൾ തുറക്കുന്ന മാസങ്ങളിൽ അധ്യാപകരുടെ ജോലി ഉറപ്പുവരുത്താനായി 2 മാസക്കാലം വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന പതിവുണ്ടെങ്കിലും വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കണക്കെടുപ്പ് കഴിഞ്ഞാൽ തുടർന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഗോത്രസാരഥി പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ചേകാടി സ്കൂളിലെ പല കുട്ടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നില്ല.
ചെട്ടി പണിയ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായിട്ടും വിദ്യാഭ്യാസത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് ചേകാടി പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് 4ാം തരത്തിന് ശേഷം തുടർ പഠനം അസാധ്യമാകുന്നത്. ഈ വർഷം ഇപ്പോൾ അഡ്മിഷൻ ആയി വരുന്നതേ ഉള്ളൂ. ഭവന സന്ദർശനമൊക്കെ നടത്തി കുട്ടികളെ തിരഞ്ഞ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലേക്ക് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും അഡ്മിഷനായിട്ട് എത്തുള്ളൂ. 96% ആദിവാസി കുട്ടികളാണ് പഠിക്കുന്നത്. അതൊരു 4ാം ക്ലാസ് വരെ ഉള്ളൂ. ആ പ്രദേശത്തുള്ള ആദിവാസി കുട്ടികളാണ് പഠിക്കുന്നത്. ജനറൽ ഭാഗത്തെ കുട്ടികളൊക്കെ പുറത്തു പോയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതൊരു 7ാം ക്ലാസ് വരെ ഉണ്ടാക്കുകയും അതിനെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നം വെച്ചാൽ പിന്നെ അവിടെ ഒരു കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ്. റെസിഡൻഷ്യൽ സ്കൂളാക്കി മാറ്റിയാൽ അവിടെ വളരെ മാറ്റം വരും. ആ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലയിലെ കുട്ടിക്ക് വളരെ ഉണർവും ഉന്മേഷവും ആ സ്കൂൾ കൊണ്ട് പ്രയോജനപ്പെടും. ഈ അധ്യയന വർഷമെങ്കിലും ചേകാടി സ്കൂളിനെ റെസിഡൻസ് സ്കൂളായി ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ജില്ലയിലെ ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണമെന്നാണ് PTA ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും 100% വിജയവും ബത്തേരി ഭാരതീയ വിദ്യാഭവന്. 500-ൽ 491 മാർക്കോടെ UR ആര്യദേവി ജില്ലയിൽ 1ാം സ്ഥാനത്ത്. മാത്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ 99 മാർക്കും ഫിസിക്സിൽ 98 മാർക്കും നേടിയാണ് ആര്യ ഒന്നാമതെത്തിയത്. സ്കൂൾ തലത്തിൽ 480 മാർക്ക് നേടി കാതറിൻ ടെസവാനും 476 മാർക്കോടെ നിദ റാഫി 3ാം സ്ഥാനവും നേടി. നമ്പിക്കൊല്ലി കഴമ്പമറ്റത്തിൽ കാർത്തിയാനി 101 നിറവിലാണ്. 7 മക്കളെ പ്രസവിച്ച കാർത്തിയാനി 5 തലമുറകളുടെ സ്നേഹം ഏറ്റുവാങ്ങി ഇന്ന് 101ാം പിറന്നാൾ ആഘോഷിച്ചു. വാർദ്ധക്യം ഭാരമായി കാണുന്ന വർത്തമാനകാലത്ത് വേറിട്ട കാഴ്ചയാവുകയാണ് കഴമ്പ് മറ്റത്തിൽ കാർത്തിയാനിയുടെ ജീവിതം. 101ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ മുത്തശ്ശിക്ക് ആശംസകളുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളുമടക്കം 5 തലമുറകൾ. 60ഓളം അംഗങ്ങളാണ് ആശംസകളുമായി ഈ വലിയമ്മയോടൊപ്പം ഒത്തുചേർന്നത്. വാർദ്ധക്യത്തെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയുന്ന നമ്മുടെ നാട്ടിൽ നന്മയുടെ ഇത്തരം കാഴ്ചകൾ മനസ്സിന് കുളിർമ നൽകുന്നതാണ്. വയനാട് ന്യൂസ്, ചീരാൽ. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ 40ാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. ചീരാൽ AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെട്ടി സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് കണ്ണിവട്ടം കേശവൻ ചെട്ടി അധ്യക്ഷനായിരുന്നു. ബത്തേരി MLA IC ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട വ്യക്തികൾ, അവാർഡ് നേടിയ കർഷകർ, SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെ ആദരിച്ചു. വേനൽ മഴ ലഭിച്ചതോടെ കർഷകർ കുരുമുളക്, കാപ്പി, കൊക്കോ തൈകൾ നടാൻ ആരംഭിച്ചു. ജില്ലയിൽ നഴ്സറികൾ സജീവമായി. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലയിലെ നഴ്സറികളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്കാണ് ആവശ്യക്കാരേറെ. വരൾച്ചയും കൃഷിനാശവും മൂലം പുൽപ്പള്ളി മേഖലയിലെ കൃഷികൾ പൂർണ്ണമായും നശിച്ചതോടെ പുനർകൃഷി ചെയ്യുന്നതിന് കർഷകർ വീണ്ടും തയ്യാറായി. ഇതോടെ കൂടത്തൈകൾക്ക് ആവശ്യക്കാർ ഏറി. കുടക്, കണ്ണൂർ ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൈകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ നാടൻ നഴ്സറികളിൽ തൈകൾക്കായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇതിനു പുറമെ അയൽക്കൂട്ടങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, കർഷക സമിതികൾ എന്നിവയുടെ നേതൃത്വത്തിലും ചെറു നഴ്സറികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഗുണമേന്മയുള്ള കൂടത്തൈകൾ ഉൽപ്പാദിപ്പിച്ചതോടെ സ്വകാര്യ നഴ്സറികളിൽ തൈകൾക്ക് ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കുരുമുളക്, കാപ്പി തൈകൾക്കാണ് ഇപ്രാവശ്യവും ആവശ്യക്കാർ ഏറെ. മുൻവർഷങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൈകൾ ഭൂരിഭാഗവും വേരുപിടിക്കാതെ നശിച്ചതിനാൽ കർഷകർക്ക് ഏറെ സാമ്പത്തിക നഷ്ടമുണ്ടായിരുന്നു. ഇതിന് പരിഹാരമായാണ് ഗ്രാമപ്രദേശങ്ങളിൽ നഴ്സറികൾ വർദ്ധിച്ചത്. ഗുണമേന്മയുള്ള തൈകൾക്ക് വില കൂടുതലാണെങ്കിലും വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ ഏടി നിൽക്കുന്നതും പിന്നെ അത്യുൽപാദന ശേഷിയും ഒക്കെയുള്ള കുരുമുളകുകളാണ് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളിവിടെ കൃഷിക്കാർക്ക് നല്ല രീതിയിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടും അവർക്ക് ഗുണമേന്മയുള്ള തൈകൾ വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ നഴ്സറികളിലെ എല്ലാവിധ തൈകളും ഞങ്ങളിപ്പം തയ്യാറാക്കി. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയം ജനങ്ങളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാനുള്ള നടപടികളാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EH കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പുൽപ്പള്ളിയിൽ കേരള മദ്യനിരോധന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം, മദ്യം ഉപേക്ഷിക്കൂ, വീടിന് രക്ഷിക്കൂ, മദ്യം നിരോധിക്കൂ, നാടൻ രക്ഷിക്കൂ എന്ന സന്ദേശത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടറി PA ജെയിംസ് അധ്യക്ഷനായിരുന്നു. VG ശശി, ജോസഫ് മാസ്റ്റർ, NU ബേബി, പ്രിൻസ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ചീരാൽ വെണ്ടൂൽ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് TP ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ബത്തേരി MLA IC ബാലകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. വാസു മാസ്റ്റർ, VT സുരേന്ദ്രൻ, ആനന്ദകൃഷ്ണൻ ഗൌഡർ, സരള ടീച്ചർ, N മുരുകൻ, PP വിമല, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു.
പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രൂക്ഷമായി ആക്രമിച്ച് വൈദ്യുതി മന്ത്രി. ക്ലിഫ് ഹൌസിൽ വ്യഭിചാരമായിരുന്നു പരിപാടിയെന്ന് മന്ത്രി മണി. നാടൻ ശൈലിയും ആക്ഷേപഹാസ്യവും മാനന്തവാടിയിൽ പൊതുയോഗത്തിൽ. മേപ്പാടി അരപ്പറ്റയിൽ ടൂറിസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അപകടം ഇന്ന് ഉച്ചയോടെ. വയനാട്ടിൽ റോഡ് പണി കരാർ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് അഴിമതി നടത്താൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ച 11 റോഡുകളും തകർന്നു. വയനാട് ന്യൂസ് ക്യാമ്പയിൻ. സംസ്ഥാനത്തുണ്ടായ 90% ദുരൂഹ കൊലകൾക്കും പിറകിൽ സാത്താൻ സഭ. തെളിവുകൾ ലഭിച്ചതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. ജാഗ്രതാ മുന്നറിയിപ്പ്. കശാപ്പ് നിരോധനം ജനം തള്ളിക്കളയുമെന്ന് മന്ത്രി എം മണി. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇനി മുതൽ നോമ്പുതുറയും ഇഫ്താർ സംഗമങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കി. തീരുമാനം നടപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ശാപമോക്ഷം കാത്ത് ഒരു നൂറ്റാണ്ടായി ചേകാടി LP സ്കൂൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.